നമ്മെ കൂട്ടിവരുത്തിയ വിശ്വസ്തതയ്ക്ക് ഓർത്തുകൊണ്ട് അനേകർക്ക് ലഭിക്കാത്ത ഈ അവസരം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നതിനെ ഓർത്തുകൊണ്ട് നമുക്ക് നന്ദി കരേറ്റാം. ഒന്നിനും യോഗ്യതയില്ലാതിരുന്ന നമ്മളെ, കുഴഞ്ഞ ചേറ്റിലായിരുന്ന നമ്മെ അവൻ കരം പിടിച്ച് നമ്മെ ഉയർത്തി ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മെ നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി നന്ദി കരേറ്റാം. യേശുവിൻ നാമത്തെ നാം മറക്കുക വ്യാധിയൻ പേരുകളെ, വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം മറക്കുക വ്യാധിയൻ പേരുകളെ. യേശുവിൻ നാമത്തിൽ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം വീടിനു മുദ്ര. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുന്നുവെങ്കിൽ നമ്മെ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തും. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പാണ് നമ്മളെ ദൈവമക്കളാക്കിയത്. അപ്പൊ നമ്മൾ ദൈവമകനായി ദൈവമകളായി തീരുവാൻ മുതൽ മുടക്കിയതും ഇടപെടൽ നടത്തിയതും പ്രവർത്തിച്ചതും ബാഹ്യശക്തികളല്ല, ഭൗമശക്തികളല്ല, മനുഷ്യ ബന്ധങ്ങളല്ല. നമ്മെ ദൈവമക്കളാക്കിയത് സ്വർഗീയ ഇടപെടലാണെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കാം. പിതാവിന്റെ സ്നേഹവും പുത്രൻ തന്ന അധികാരവും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പും ഈ രണാങ്കണത്തിൽ നമ്മളെ ദൈവമക്കളാക്കി നിർത്തിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ആത്മാക്കളെ നമ്മൾ ന്യൂമാറ്റോളജി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. 1 ദൈവത്തിൻ്റെ ആത്മാവ്, 2 മനുഷ്യന്റെ ആത്മാവ്, 3 ദുരാത്മാവ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവമാക്കി വച്ചിരിക്കുന്ന ആത്മാവിനെ പിശാചിന്റെ തന്ത്രങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ, ലോകത്തിന്റെ പാപ വഴികളിലേക്ക് എറിഞ്ഞു കൊടുക്കാതെ, സാത്താന്യ സ്വാധീനങ്ങൾക്ക് വിധേയപ്പെട്ടു കൊടുക്കാതെ, ലോകത്തിന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാതെ, മാനുഷിക പരിഗണനകൾ വച്ച് വിശുദ്ധിയുടെ സ്തോത്രം മാനദണ്ഡത്തെ ലംഘിച്ച് പാപത്തിന്റെ ചേറ്റിലേക്ക് തള്ളിക്കളയാതെ ഈ ആത്മാവിനെ തിരികെ കർത്താവിന്റെ സന്നിധിയിൽ ഫലമേൽപ്പിക്കുക എന്നതാണ് ഓരോ മനുഷ്യജന്മത്തിന്റെയും ഉത്തരവാദിത്വം. പിശാചി ഏത് രീതിയിലും ഒരുവനെ നശിപ്പിച്ച് അവന്റെ വിളിയിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ നിന്നും അവനെ വ്യതിചലിപ്പിച്ച് നരകത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് അവന്റെ ആത്മാവിനെ തള്ളിയിടുവാൻ പരിശ്രമിക്കുമ്പോൾ ഏത് രീതിയിലും മനുഷ്യന്റെ ആത്മാവിനെ തുണനിന്ന് ബലപ്പെടുത്തി ശക്തീകരിച്ച് ചൈതന്യം പകർന്ന് പിശാചിന്റെ തന്ത്രങ്ങളോട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ നമ്മളെ ബലപ്പെടുത്തുന്ന ആത്മാവിനെ ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നു. പിശാച് നോട്ടമിട്ടിരിക്കുന്നത് നമ്മുടെ സമ്പത്തൊന്നുമല്ല, പിശാച് നോട്ടമിട്ടിരിക്കുന്നത് നമ്മുടെ അനുഗ്രഹങ്ങളെയല്ല. പിശാച് ഇതിനെല്ലാം ബാധിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുത്തി, എങ്ങനെയെങ്കിലും നമ്മുടെ ലക്ഷ്യബോധത്തെ നഷ്ടപ്പെടുത്തി, നമ്മിലുള്ള ബിരുദ തെറ്റിച്ചു കളഞ്ഞ് നമ്മുടെ ആത്മാവിനെ നരകത്തിലേക്ക് തള്ളുവാനാണ്. 107-ാം സങ്കീർത്തനം പറയുന്നു, ഞാൻ എൻ്റെ വചനത്തെ അയച്ച് സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഇന്ന് കർത്താവ് അങ്ങനെ നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഐസയ 53 പറയുന്നു, എൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് ഞാൻ സൗഖ്യം തന്നിരിക്കുന്നു. വചനത്തെ അയച്ച് സൗഖ്യമാക്കുന്ന യഹോവ. വീണ്ടും പറയുന്നു, എൻ്റെ വചനം ക്രിയ ചെയ്തിട്ട് മടങ്ങി വരുന്ന വചനമാണ്.